السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم رب يسر ولا تعسر، ربنا زدنا علما وحلما وفهما وعقلا وأدبا وإيمانا كاملا. ربنا تمم بالخير والسعادة. بشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. നമ്മുടെ ഈ അനുഗ്രഹീത ആത്മീയ മജ്ലിസിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഉസ്താദ് യമാനി അവർകളെ, സ്ഥാപനത്തിൻ്റെ ബഹുമാന്യരായ കമ്മിറ്റി ഭാരവാഹികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, അള്ളാഹ്ക്ക് പൊരുത്തമുള്ള അനുഗ്രഹീത മജ്ലിസിൽ ഈ മജ്ലിസിന് അള്ളാഹു ചേർക്കട്ടെ. ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകൾ, അസ്മാഉൽ ബദർ, അസ്ഹാബുൽ ബദറിൻ്റെ നാമങ്ങൾ ഒക്കെയും അല്ലാഹു തആല കബൂലാക്കട്ടെ. അതുകൊണ്ടൊക്കെ നമ്മുടെ ഖൽബിൻ്റെ ഹലാലായ സകല അഭിലാഷങ്ങളും ഖൈറായ നിലയിൽ അല്ലാഹു നിറവേറ്റിത്തരട്ടെ. റഹ്മാനായ റബ്ബേ, ഇതിനായി ഞങ്ങൾ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും ദുനിയാവിൽ ഞങ്ങൾക്ക് വലിയ ബറക്കത്ത് കിട്ടാനും പരലോകത്ത് പ്രയാസങ്ങളില്ലാതെ രക്ഷപ്പെടാനും നീ കാരണമാക്കണേ അല്ലാഹ്. ഈ കൂട്ടത്തിൽ ഇനി ആദ്യമായി ഖബറാളിയായി മാറുന്നതാരെന്ന് നിനക്കറിയുമല്ലോ റബ്ബേ. ആരാണെങ്കിലും ഏറ്റവും റാഹത്തുള്ള മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ജീവിതവും മരണവും മരണാനന്തര ജീവിതവും സമ്പൂർണ്ണ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നമ്മുടെ നുസ്രത്തുൽ ഇസ്ലാം യതീംഖാനയുടെ ആഭിമുഖ്യത്തിൽ മാസം തോറും നടന്നു വരുന്ന മജ്ലിസുന്നൂറിൻ്റെയും സ്വലാത്തുൻ നാരിയ അദ്കാറിൻ്റെയും ഒക്കെ അനുഗ്രഹീത മജ്ലിസിലാണ് അൽഹംദുലില്ലാ ഒരിക്കൽ കൂടി ഒത്തുചേരാൻ അല്ലാഹു നമുക്ക് അവസരം നൽകിയത്. ഇങ്ങനെയൊക്കെയുള്ള നന്മയുടെ ഈ കൂട്ടായ്മയിൽ ഈ ആഖിറുസ്സമാനിൽ പങ്കാളിയാവാൻ സൗഭാഗ്യം ലഭിച്ചതിന് നന്ദിയായി മനസ്സറിഞ്ഞ് നമുക്കൊന്ന് റബ്ബിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു ഇതൊക്കെ ആഖിറത്തിൽ ഉപകരിക്കുന്ന അനുഗ്രഹീത ഇബാദത്തിൽ ഉൾപ്പെടുത്തി നമ്മയൊക്കെയും രക്ഷപ്പെടുത്തട്ടെ. മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ഇതുപോലെയുള്ള ഒരു ആത്മീയ മജ്ലിസിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു വസിയത്തായി പറഞ്ഞ 9 കാര്യങ്ങൾ അത് മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നത് വിശദീകരിച്ച് നമ്മൾ തുടങ്ങി. റസൂൽ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: ഔസ്വാനി റബ്ബി ബിതിസ്ഇൻ. ശ്രദ്ധിക്കണം, 9 കാര്യങ്ങൾ ഒരു വസിയത്ത് പോലെ എൻ്റെ റബ്ബെനിക്ക് പറഞ്ഞു തന്നു. ആ കാര്യം ഇതാ നിങ്ങളോടും ഒരു വസിയത്ത് പോലെ ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് 9 വസിയത്തുകൾ? അതിലൊന്ന് ഔസ്വാനി ബിൽ ഇഖ്ലാസി ഫിസ്സിരി വൽ അലാനിയ. പറഞ്ഞിട്ടുണ്ട് നമ്മളത്. നിങ്ങൾ രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ ഇഖ്ലാസ് കാണിക്കണം, നിയ്യത്ത് നന്നാവണം, ലോകമാന്യം എന്ന ചിന്താഗതി ഉണ്ടാവരുത്. നിന്റെ റബ്ബ് എപ്പോഴും നിന്നെ കാണുന്നുണ്ട്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണാതിരിക്കുന്നില്ല. ആ ഒരു ബോധത്തിലാവണം നിന്റെ ഇബാദത്ത്. ഇതാണ് 1ാമത്തെ വസിയത്ത്. അള്ളാഹു യഥാർത്ഥ മുഖ്ലിസീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. 2ാമത്തെ കാര്യം ഇതാണ്: വൽ അദ്ലി ഫിൽ റിളാ വൽ ഗളബി. നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്ന ഘട്ടത്തിലും നിങ്ങൾ നല്ല സമാധാനത്തിലും സംതൃപ്തിയിലും കഴിയുന്ന ഘട്ടത്തിലും നീതി പുലർത്തണം, നീതിയോടുകൂടെ വർത്തിക്കണം. എവിടെ നീതിയില്ലാതെയാകുന്നുവോ, ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് താഴെ ഭൂമി ഇല്ലാതെയായ, നീതി ഇല്ലാതെയായാൽ പിന്നെ ആകാശവും ഭൂമിയും തന്നെ നീതി കാണിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ. ഭൂമിക്ക് മുകളിൽ നീതി നിലനിൽക്കുമ്പോഴേ ഭൂമി തന്നെ നീതി കാണിക്കൂ. ആകാശത്തിന് താഴെ നീതി നിലനിൽക്കുമ്പോഴേ ആകാശവും നീതി കാണിക്കൂ. ഖുർആൻ അക്കാര്യം വളരെ കൃത്യമായി സൂറത്തുർ റഹ്മാനിലൂടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീതിയുടെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെയോ വൽ ഖസ്തി ഫിൽ ഫഖ്രി വൽ ഗിനാ. ദാരിദ്ര്യത്തിന്റെ ഘട്ടത്തിലും സമ്പത്ത് കൊണ്ട് സൗകര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളിലേക്ക് വരുന്ന ഘട്ടത്തിലും എല്ലാത്തിലും ഒരു മിതത്വം പാലിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളതിനനുസരിച്ച് ചെലവാക്കാം. ഉണ്ട് എന്ന് കരുതി ഒരു ദുർവ്യയമായി ചെലവഴിക്കുന്ന രീതി ശരിയല്ല. അത് പിശാചിന്റെ രീതിയാണ്, പിശാചിന്റെ അഹ്ലുകാരുടെ രീതിയാണ്, അത് ഖാറൂനിസമാണ് എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ. ചരിത്രത്തിലെ വലിയൊരു മുതലാളി കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും ഈജിപ്തിൽ നമ്മൾ പോയാൽ നമുക്ക് കാണാൻ കഴിയും, ഖാറൂന്റെ പേരിൽ ഒരു തടാകമുണ്ട്. എത്രയാണ് റബ്ബേ അതിന്റെ നീളവും വീതിയും! ഖാറൂൻ എന്ന മുതലാളിയെയും അവന്റെ ആ കേന്ദ്രത്തെയും അല്ലാഹു ഭൂമിയിലേക്ക് താഴ്ത്തി എന്ന് സൂറത്തുൽ ഖസസിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. എന്തേ കാര്യമെന്നല്ലേ, അവന്റെ അഹങ്കാരം മുഴുവനും പ്രകടിപ്പിച്ചുകൊണ്ട്, എല്ലാ അർത്ഥത്തിലും ആളുകളെ നിന്ദിച്ചുകൊണ്ട്, അവൻ സഞ്ചരിച്ചിരുന്ന കഴുതക്ക് പോലും നിറയെ സ്വർണ്ണാഭരണം ധരിപ്പിച്ച് അലങ്കരിച്ചുകൊണ്ട് നടന്നു. ഖാറൂന കാന മിൻ ഖൗമി മൂസ فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة. ഖാറൂൻ മുതലാളിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഖാറൂന്റെ ഖജനാവിന്റെ താക്കോലുകൾ മാത്രം 40 ഒട്ടകങ്ങൾക്ക് അല്ല 60 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുണ്ടായിരുന്നു എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അവന്റെ അൾമറയും അതിലുള്ള മുതലുകളും അല്ലേ പറയുന്നത്. അതിന്റെ ഇന്ന മഫാത്തിഹു
ജല്ല ജലാലായ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുകയാണ്, വഅതൈനാഹു മിനൽ കുനൂസി ഇന്ന മഫാത്തിഹഹു ലതനൂ ബിൽ ഉസ്വതി ഉലിൽ ഖുവ്വ. അവന്റെ ഖജനാവ്, അതിന്റെ താക്കോൽ കൂട്ടങ്ങൾ തന്നെ വലിയ ഒരു സംഘത്തിന് വഹിക്കാൻ മാത്രമുണ്ടാകും എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട് 60 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രം അവന്റെ താക്കോൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ നിധി, അവന്റെ സമ്പത്ത്, അവന്റെ മുതൽ എത്ര ഉണ്ടാവും? ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ആളുകൾക്കിടയിലേക്ക് അഹങ്കാരത്തോടുകൂടി ഇടക്കിറങ്ങും. ഇവന്റെ കൂടെ കുറെ കുതിരയും ഒട്ടകങ്ങളും കഴുതകളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ കണ്ട് സ്വർണം കൊണ്ട് അലങ്കരിക്കും. എന്റെ സമ്പത്തും എന്റെ സൗകര്യം ആളുകളൊക്കെ ഒന്ന് കാണട്ടെ. പടച്ചോനെ, അവന്റെ മുതലാന്ന് കരുതി ആ നിലയിൽ ദുർവ്യയം പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരി, പറയുന്നതിൻ്റെ ആകത്തുക ഇതാണ്, പടച്ച റബ്ബ് നമുക്ക് തന്നെങ്കിലും എല്ലാം നമുക്ക് മറ്റുള്ളവരെ ചെറുതാക്കാനും നമ്മുടെ കഴിവും പ്രാപ്തിയും അന്തസ്സും ആളുകൾക്കിടയിൽ വെളിവാക്കാനും അഹങ്കാരത്തോടുകൂടെ ഇറങ്ങുന്ന രീതി ഒട്ടും ശരിയല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പണമെന്നത് അല്ലാഹു നമുക്ക് തരുന്നത് അത് കേവലം നമുക്ക് ആസ്വാദനത്തിന് മാത്രമുള്ളതാണെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അത് ഖുർആനെതിരാണ്. എനിക്ക് കിട്ടുന്ന പണം മൊത്തം എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങൾക്ക് സുഖിക്കാൻ മാത്രം, ആ രീതി ശരിയാണോ? ആണോ? അല്ല. സൂറത്തുൽ ബഖറയുടെ ആദ്യത്തിൽ തന്നെ ഇലാഹായ റബ്ബ് പറഞ്ഞതിങ്ങനെയാണ്, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥമെന്നൊന്ന് ചിന്തിക്കണം. എന്താണ് ഈ പറയുന്നതിൻ്റെ പൊരുളെന്ന് ആലോചിക്കണം. ഇലാഹായ റബ്ബ് പറയുന്നത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. യഥാർത്ഥ വിശ്വാസികളുടെ അടയാളം അവർക്ക് നാം നൽകുന്നതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. അത് യഥാർത്ഥ വിശ്വാസിയുടെ ഗുണത്തിൽപ്പെട്ടതാണ്. മാസം ഇങ്ങനെ ഭയങ്കര സാലറിയാ, ഗൾഫിലാണ് ജോലി, വലിയ സാലറിയാണ്. അത് ഇന്ത്യൻ പണവുമായി താരതമ്യം ചെയ്യുമ്പോൾ 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം ഒക്കെ ഉണ്ടാവും. 10ഉം 12ഉം ലക്ഷങ്ങളൊക്കെയാണ് മാസത്തിൽ വരുമാനം. ആയിക്കോട്ടെ, ശരി. ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് മുഴുവനും നമുക്ക് മാത്രമുള്ളതാണോ? ആണോ? അല്ല. അങ്ങനെ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് മാത്രമുള്ളതല്ല. അതാണ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം അവർക്ക് നൽകുന്നതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ ക്വാളിറ്റി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ പണം ഉണ്ട് എന്ന് കരുതി, സൗകര്യം ഉണ്ട് എന്ന് കരുതി ആളുകളെ പരിഗണിക്കാതെ ചെലവഴിക്കുന്ന രീതി, ആളുകളെ പരിഗണിക്കാതെ നമ്മൾ അഹങ്കരിച്ച് ദുർവ്യയം നടത്തുന്ന രീതി ശരിയല്ല. അതാണ് ഹബീബിന്റെ പ്രധാനപ്പെട്ട ഉപദേശം. വൽ ഖസ്തു ഫിൽ ഫഖരി വൽ ഗിനാ. ഐശ്വര്യത്തിന്റെ ഘട്ടത്തിലും ഫഖറിന്റെ ഘട്ടത്തിലും മിതത്വം പാലിക്കണം. സാമ്പത്തികമായി കുറച്ചൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട് എന്ന് കരുതി തൻ്റെ ചെലവിൻ്റെ കാര്യം, ഭാര്യയുടെ ചെലവിൻ്റെ കാര്യം, മക്കളുടെ ചെലവിൻ്റെ കാര്യം എല്ലാത്തിലും ഭയങ്കര പിശുക്ക് കാണിക്കാൻ പറ്റുമോ? അതും ശരിയല്ല. ദുർവ്യയം പോലെ തന്നെ അള്ളാഹു എതിർത്ത ഒരു സംഗതിയാണ് പിശുക്ക്. ആ രോഗത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. പിശുക്കും ഈമാനും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹൃദയത്തിൽ ഈമാൻ ശരിക്കുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ പിന്നെ എന്ത് കുടികൊള്ളൂല? പിശുക്ക് കുടികൊള്ളൂല. ഒരാൾ യഥാർത്ഥത്തിൽ പിശുക്കനാണെങ്കിൽ ആ ഹൃദയത്തിൽ ഈമാൻ കയറൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വലിയ രോഗാണ് പിശുക്ക്.
وأي داء ندوى من البخل وأي داء ندوى من البخل قاله ثلاثا ആവർത്തിച്ച് 3 തവണ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് വഅയ്യു ദാഇൻ നദ്വൗ മിനൽ ബുഖൽ. പിശുക്കിനേക്കാൾ വലിയ രോഗമേതാണുള്ളത്? പിശുക്കിനേക്കാൾ വലിയ രോഗമേത്? പിശുക്കിനേക്കാൾ വലിയ രോഗേത്? അത് തടിക്ക് പിടിപെടുന്ന രോഗമല്ല, അത് ആത്മാവിന് പിടിപെടുന്ന രോഗമാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉറക്കു വരുന്നുണ്ടോ? രോഗം 2 നിലക്കുണ്ട്. നേരിട്ട് തടിക്ക് ബാധിക്കുന്ന രോഗമുണ്ട്, ആത്മാവിന് പിടിപെടുന്ന രോഗവുമുണ്ട്. ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന് അവന്റെ തടിക്ക് പിടിപെടുന്ന രോഗത്തെക്കാൾ ഭയപ്പെടേണ്ടത് ആത്മാവിന് പിടിപെടുന്ന രോഗങ്ങളാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആത്മാവിന് പിടിപെടുന്ന വലിയ രോഗമാണ് ക്യാൻസർ. ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2-3 ടെസ്റ്റൊക്കെ നടത്തി, എന്നിട്ട് നമ്മൾ അയാളെ കുറിച്ച് മറ്റൊരാളോട് പറയാണ് ഇന്നാലിനാക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വലിയ രോഗമാണ് എന്ന് പറഞ്ഞാൽ എന്താ ഈ വലിയ രോഗമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ക്യാൻസറാണ്. എന്നാൽ ആത്മാവിന് പിടിപെടുന്ന വലിയ രോഗമാണ് പിശുക്ക്, അതായത് ആത്മാവിൻ്റെ ക്യാൻസറാണ് പിശുക്ക്. അല്ലാഹു കാക്കട്ടെ. എല്ലാവരും ആമീൻ പറയും, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് സഹോദര സഹോദരി, ഹബീബിന്റെ ഉപദേശം വൽ ഖസ്തു ഫിൽ ഫഖരി വൽ ഗിനാ, ഐശ്വര്യത്തിന്റെ ഘട്ടത്തിലും ദാരിദ്ര്യത്തിന്റെ ഘട്ടത്തിലും പരമാവധി ഒരു മിതത്വം പാലിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം. പിന്നെയോ അടുത്ത ഉപദേശം ഇതാണ്, വഅൻഅഫുവ അമ്മൽ വലമനീ, എന്നോട് മാപ്പ് കൊടുക്കാനാണ്. അമ്മൽ വലമനി, ആരൊക്കെ എന്നോട് എന്തൊക്കെ ളുൽമ കാണിച്ചാലും മനസ്സറിഞ്ഞ് അത് മാപ്പാക്കി കൊടുക്കാൻ ഇലാഹായ റബ്ബ് എന്നോട് നൽകിയ വസിയ്യത്താണ്. ആ വസിയ്യത്ത് നിങ്ങൾക്കും ഞാൻ നൽകുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാള് പറയാനും കേൾക്കാനൊക്കെ സുഖം, പക്ഷെ നമ്മളോട് ളുൽമ കാണിച്ച ഒരാൾക്ക് മാപ്പ് കൊടുത്തേക്ക് എന്ന് പറയുമ്പോൾ ഞാനതൊക്കെ പൊരുത്തപ്പെട്ടു എന്ന് പറയണമെങ്കിൽ കുറഞ്ഞ ഈമാനൊന്നും പോരാ. അള്ളാഹു അതിനൊക്കെ ഉള്ളൊരു മനസ്സ് നമുക്ക് തരട്ടെ. അഫ്വ് ചെയ്തു കൊടുക്കാനുള്ളൊരു തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അതൊന്നും വെറുതെ അല്ലല്ലോ, അത് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളോട് അല്ലാഹു തആല പറയാണ്, നിന്നോട് ളുൽമ കാണിച്ചവർക്ക് നീ മാപ്പ് കൊടുക്ക്, നിന്നെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞ് നടന്നവർക്ക് നീ മാപ്പ് കൊടുക്ക്, നിന്റെ സ്വത്ത് അപഹരിച്ചവർക്ക് നീ മാപ്പ് കൊടുക്ക്. അത് കൊടുത്താൽ അതിന് വലിയ ഫലം പകരം പരലോകത്ത് കിട്ടും. അതാണ്, വെറുതെ ചെയ്യാൻ പറഞ്ഞതല്ല. എന്റെ മാപ്പ് എന്റെ ഔദാര്യമാണെങ്കിലും നാളെ റബ്ബിന്റെ കോടതിയിൽ അൽഹംദുലില്ലാഹ് ഞാനാ മാപ്പ് ചെയ്തു കൊടുത്തതിന്റെ ഫലമായി എത്ര വലിയ ദറജകളാണ് അല്ലാഹു എനിക്ക് നൽകുക എന്ന് ചിന്തിക്കണം. അനങ്ങിയാല് അതൊക്കെ ആഖിറത്തുനിന്ന് കാണാ, ഞാനതൊരിക്കലും പൊരുത്തപ്പെടൂലട്ടോ. ആ രീതിയല്ല ശരി. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. പറയുന്നവരൊക്കെ പറഞ്ഞോളി, ഞാൻ പൊരുത്തപ്പെടുന്നു വിചാരിക്കണ്ട, ഞാൻ എന്തായാലും തിരിച്ചു വാങ്ങും. എവിടുന്ന് വാങ്ങും? അപ്പൊ ഇവന്റെ വിചാരം പൊരുത്തപ്പെട്ടെടുത്താ പിന്നെ പരലോകത്തു നിന്നൊന്നും കിട്ടൂലെന്നാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയണത്? നമ്മളോട് ഒരാള് ളുൽമ കാണിച്ചു, നമ്മളെ കുറിച്ച് വേണ്ടാത്ത പുരാതികൾ പറഞ്ഞു നടന്നു, നമ്മളെ പണം അപഹരിച്ചു, നമ്മളെ വിഷമിപ്പിച്ചു. അങ്ങനെ നമ്മളോട് പറഞ്ഞു സാരല്ല പോട്ടാണ്ട് പൊരുത്തപ്പെട്ടെടുത്താളാന്ന് പറഞ്ഞാൽ ഞാൻ പൊരുത്തപ്പെട്ടെടുക്കൂല, ഞാൻ മരിച്ചാലും പൊരുത്തപ്പെട്ടെടുക്കൂല. മരിച്ചാൽ എൻ്റെ മുഖം തന്നെ അവർ കാണുന്ന എനിക്ക് പൊരുത്തല്ല എന്നൊക്കെ പറഞ്ഞ് ഈ കേട് നമ്മളിങ്ങനെ ഉള്ളിൽ വെക്കും. ഇതുള്ളിൽ വെക്കുന്ന കാലത്തോളം നമുക്കൊരു റാഹത്ത് ഉണ്ടാവില്ല, ഒരു സന്തോഷം നമുക്ക് കിട്ടൂല.
ഇതിങ്ങനെ ഒരു ടെൻഷനായി അസ്വസ്ഥതയായി നമ്മുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ പിപ്പിരി കൊള്ളും. ഞാനതൊക്കെ പൊരുത്തപ്പെട്ടെടുത്തു. എൻ്റെ മനസ്സിൽ ഇനി അതിൻ്റെ ഒരു ശാഖ പോലും അണുപോലും ഉണ്ടാവില്ല. മനസ്സ് ക്ലിയറായി. എന്നാൽ ഈ ഒരു പൊരുത്തപ്പെടൽ കൊണ്ട് ആഖിറത്തിൽ ഒന്നും കിട്ടാതിരിക്കോ? വലിയ പ്രതിഫലം അല്ലാഹു നൽകും. അള്ളാന്റെ ഒരു അബ്ദിനാണ് അവൻ പൊരുത്തപ്പെട്ടെടുത്തത്. അതുകൊണ്ട് അള്ളാഹു വെറുതെയാക്കൂല. അഫ്വ് കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ മാതൃകയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. അതിനേക്കാൾ വലിയൊരു മാതൃക ഉണ്ടോ? ഹബീബായ നബിയേക്കാൾ അഫ്വിന് വലിയൊരു മാതൃകയുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഹബീബിനോളം അഫ്വിന്റെ കാര്യത്തിൽ മാതൃകയാക്കാൻ പറ്റിയ ഒരാളെ ലോക ചരിത്രത്തിൽ فَقَنَّبِيِّنَا فِي خَلْقٍ وَفِي خُلُقٍ وَلَمْ يُدَانُهُ فِي عِلْمٍ وَلَا كَرَمٍ ഒന്ന് ചൊല്ലി മൗലായ സ്വല്ലി വസാ. النبيين في خلق وفي خلق. സ്വഭാവത്തിൽ മാത്രമല്ല കേട്ടോ, മുത്തുനബിയുടെ സൗന്ദര്യത്തിലും ശരീരഘടനയിലും എല്ലാത്തിലും മറ്റുള്ള മുഴുവൻ പ്രവാചകന്മാരെയും മറികടന്നു മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസം ഒരു യുദ്ധം കഴിഞ്ഞ് മുത്തുനബിയും സഹാബികളും തിരിച്ചു വരികയാണ്. നബിയുടെ അഫ്വിന്റെ ആഴാണ് ഞാൻ പറയുന്നത്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. യുദ്ധത്തിൽ ശത്രുക്കൾക്ക് കനത്ത പരാജയമാണ്. അതിൽ അരിശം പൂണ്ട ശത്രുക്കളിൽ ഒരാൾ പതുങ്ങി നബിയുടെയും സഹാബത്തിന്റെയും പിന്നാലെ വന്നു, വാളുമായി വന്നു. എന്തിനെന്നറിയോ? തക്കം കിട്ടിയാൽ കൊല്ലണം, വകവരുത്തണം. അങ്ങനെ കുറെ യാത്ര ചെയ്ത് നബിയും സഹാബത്തും ക്ഷീണിച്ചു. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു സ്വഭാവമുണ്ട്, നല്ല സൗകര്യപ്രദമായ സ്ഥലം കണ്ടാൽ മുത്തുനബി അവിടെ ഇറങ്ങും, അല്പനേരം വിശ്രമിക്കും, സഹാബികളോട് വിശ്രമിക്കാൻ ആവശ്യപ്പെടും. അപ്പം അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഏരിയ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. ഒരു എലന്ത മരത്തിന്റെ താഴ്ഭാഗത്തേക്ക് നീങ്ങി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വാളെടുത്തിട്ട് മുത്തുനബി ആ ഇലന്ത മരത്തിൽ തൂക്കിയിട്ടു. അതിൻ്റെ താഴെ മുത്തു റസൂൽ വിശ്രമിക്കാനായി കിടന്നു. നല്ല ക്ഷീണാണ്. റസൂലുള്ള മെല്ലെ ഉറക്കത്തിലേക്ക് നീങ്ങി. സഹാബികൾക്കൊരു സ്വഭാവമുണ്ട്, അവർ റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് വിശ്രമിക്കാനിരിക്കൂല. കാരണം അനേകം ആളുകളുള്ളതാണ്, സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏയ് ഇനി മുത്തുനബിക്ക് അതുകൊണ്ടൊരു ശല്യം ഉണ്ടാവുന്നവർക്ക് അവരൽപ്പം അകലെയാണ് വിശ്രമിക്കാനിരിക്കുന്നത്. ഏതായാലും ഈ തക്കം പാർത്ത് ശത്രു കടന്നു വരികയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തെത്തി എലന്ത മരത്തിൽ നിന്ന് വാളെടുത്തു. ആ വാള് കൊണ്ട് മുത്തുനബിയെ ഒന്ന് തട്ടി ഉണർത്തി. കണ്ണ് തുറന്ന് നോക്കുമ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്ന കാഴ്ച, മുന്നിൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ശത്രുവിനെയാണ്. ഇയാളിങ്ങനെ ദേഷ്യം പിടിച്ച് രോഷാഗ്നി അയാളുടെ കണ്ണിൽ നിന്നിങ്ങനെ നിർഗളിക്കുന്നുണ്ട്. അയാൾ മുത്തുനബിയെ തട്ടികെട്ടി ചോദിക്കുകയാണ്, യാ മുഹമ്മദ് മൻ യഅസിമുക മിന്നി മൻ യംനഉക മിന്നി. മുഹമ്മദ്, നിന്നെ കൊല്ലാനാണ് എൻ്റെ തീരുമാനം. ആരാണ് ഇപ്പോൾ നിന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുക? ആര് നിന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തും? ചിന്തിക്കണം. മുത്ത് റസൂലിനൊരു ബേജാറുമില്ല. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹ് എന്നെ എൻ്റെ അല്ലാഹു രക്ഷപ്പെടുത്തും. ഒരു ബേജാറുമില്ല. ഈ വാക്കാറാബിയുടെ കൽബിലേക്ക് തുളഞ്ഞു കയറുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഫസഖത സൈഫു മിൻ യദിഹി, വാളദാ അയാളെ കയ്യിൽ നിന്നങ്ങ് വീണു.
ഹബീബായ നബി തങ്ങൾ അവിടുന്ന് എഴുന്നേൽക്കുകയാണ്, ആ വാളെടുക്കുകയാണ്. അയാളിലേക്ക് വാള് ഉയർത്തിപ്പിടിച്ച് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്നെ എന്നിൽ നിന്ന് ആര് രക്ഷപ്പെടുത്തും? അയാളുടെ കണ്ണ് നിറയുകയാണ്, അയാൾക്ക് നെഞ്ചിടിപ്പ് കൂടുകയാണ്. അയാൾ വിളിച്ചു പറയുകയാണ്, യാ മുഹമ്മദ് കുൻ ഖൈറന്നാസ്. മുഹമ്മദ്, നിങ്ങൾ നന്മ കാണിച്ചാലല്ലാതെ, ജനങ്ങളിൽ ഏറ്റവും നല്ല ആളായി മാറിയാലല്ലാതെ എനിക്കിപ്പോ രക്ഷയും ഇല്ല. സുള്ള വാള് താഴ്ത്തി എന്ത് പറഞ്ഞു? പൊയ്ക്കോ, നീ പൊയ്ക്കോ, ഞാൻ നിന്നൊന്നും ചെയ്യണില്ല. പക്ഷെ ഒരു കാര്യം, ഇത്തരം ഭയപ്പെടുത്തലുകളുമായി ഇനി ഇങ്ങോട്ട് വരണ്ട, പരിപ്പൊന്നും ഇവിടെ വേവില്ല എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. എന്തൊരു ക്ഷമയാണ്! نفق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم مولاي صل وسلم دائما أبدا للخلق كلهم. അതുകൊണ്ട് എന്നോട് ദുൽമ കാണിച്ചവർക്ക് മാപ്പ് കൊടുക്കാൻ എന്നോട് റബ്ബിന്റെ വസിയ്യത്തുണ്ട്. ആ വസിയ്യത്ത് ഇതാ നിങ്ങൾക്കും ഞാൻ നൽകുകയാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ എന്നോട് ആരൊക്കെ എന്തൊക്കെ ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ സത്യസന്ധമായി മനസ്സറിഞ്ഞ് അള്ളാഹ്ക്ക് വേണ്ടി അതൊക്കെ മാപ്പാക്കി കൊടുത്തിരിക്കുന്നു എന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി നമ്മളെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് പറയാൻ കഴിയും? അങ്ങനെ പറയുമ്പോൾ തന്നെ ചില കാര്യം നമുക്ക് ഓർമ്മ വരും. ഓ, അതിപ്പോ ഏതായാലും പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിയൂല. അതെങ്ങനെ പൊരുത്തപ്പെട്ടു കൊടുക്കുക? ആ വാക്യം പൊരുത്തപ്പെട്ടു കൊടുക്കൂല, അച്ഛത് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല അല്ലേ? ചില വാക്കുകൾ നമ്മളെ മനസ്സിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു മുള്ളുകൊണ്ടോ കുന്തം കൊണ്ടോ മുറിവുണ്ടായെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങിയേക്കാം. എന്നാൽ വലായൽ താമോ മാ ജറഹൽ ലിസാനോ, നാവ് കൊണ്ടുണ്ടാവുന്ന ചില മുറിവുകൾക്ക് ഉണക്കമില്ല. നാവ് കൊണ്ടുണ്ടാകുന്ന ചില മുറിവുകളുണ്ട്, അത് ഉണങ്ങൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ നാവ് കൊണ്ട് മറ്റൊരാളുടെ കൽബിൽ മുറിവ് സംഭവിക്കുന്നതിന് തൊട്ടും അള്ളാഹു കാക്കട്ടെ. ഇപ്പം ഏതായാലും ശ്രദ്ധിക്കുക, പരമാവധി ദുൽമ കാണിച്ചവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത് മനസ്സമാധാനം ഇവിടുന്ന് കിട്ടാനും അത് മതിയാകും, പരലോകത്തെത്തിയാൽ വലിയ പ്രതിഫലത്തിനും അത് മതിയാകും എന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെയോ എന്നോട് ബന്ധം മുറിച്ചവരോട് ബന്ധം ചേർക്കാനും ഇലാഹായ റബ്ബിന്റെ വസിയ്യത്താ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ബന്ധം ചേർക്കാം. അന്നത്ര എളുപ്പമുള്ള സംഗതിയൊന്നും അല്ല. വലിയ കൂലിയാണ്, പക്ഷെ കൂലി വലിയ കൂലിയാണെങ്കിലും അതിനനുസരിച്ചുള്ളൊരു, ഇപ്പം നമ്മളോട് ഇങ്ങോട്ട് മെയിൻ്റാക്കാത്ത ഒരാള് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന വലിയ ഇഷ്ടമല്ല എന്ന് തോന്നി നമ്മളെ വീട്ടിലേക്ക് വിളിച്ചാൽ അവരൊട്ട് വരൂല്ല. ചുരുക്കത്തിൽ നമ്മളോട് അങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ജ്യേഷ്ഠനാണെങ്കിലും അനുജനാണെങ്കിലും പെങ്ങളാണെങ്കിലും ആരാണെങ്കിലും ശരി, നമ്മളോട് എന്തൊരു വെറുപ്പുണ്ട്, ബന്ധം സ്ഥാപിക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല എന്ന് തോന്നിയാൽ പിന്നെ അവരുടെ പിന്നാലെ പോവോ? സാധാരണഗതിയിൽ പോവില്ല. ഓലെത്ര വലിയ പണക്കാരായാലും വേണ്ടിയില്ല, ഓലോലെ പാട്ടിന് പോട്ടെ എന്നായിരിക്കും. പക്ഷെ അവിടെ ഒരാൾ, അള്ളാഹുവേ, എന്താണ് ഇപ്പൊ ജ്യേഷ്ഠനും വീട്ടുകാരും വലിയ മെയിൻ്റ് ഇല്ലല്ലോ, അഞ്ചനും വീട്ടുകാരും ആ പഴയ ഒരു മെയിൻ്റ് ഇല്ലല്ലോ, എന്തേ അവർക്ക് പറ്റിയത്? വല്ല തെറ്റിദ്ധാരണയും കുടുങ്ങിപ്പോയോ റബ്ബേ? അതുണ്ടേ നീക്കണല്ലോ. നല്ല മനസ്സോടുകൂടെ വീണ്ടും അങ്ങോട്ട് പോവുക, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക.
തെറ്റിദ്ധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീക്കുക. എന്നിട്ട് നിന്നോട് ബന്ധം മുറിച്ചവരോട്. പലപ്പോഴും പ്രശ്നം തെറ്റുകളല്ല, തെറ്റിദ്ധാരണകളാണ്. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? തെറ്റുകളേക്കാൾ കൂടുതൽ കുടുംബത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന ഘടകമെന്താ? തെറ്റിദ്ധാരണകളാണ്. അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, അവരെന്നെയാണ് അതിൻ്റെ ആളുകൾ, ഇവരെന്നെയാണ് ഇതിൻ്റെ ആളുകൾ. ഈ ഊഹങ്ങൾ, ഈ ചിന്തകൾ, ഇതാണ് പലപ്പോഴും ബന്ധങ്ങൾക്കിടയിൽ. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടത് തുറന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അള്ളാഹു നമ്മുടെ ബന്ധങ്ങളൊക്കെ റാഹത്തിലാക്കി തരട്ടെ. കാരണം അതൊക്കെ ഒരുപാട് ബറക്കത്ത് കിട്ടുന്ന വഴികളാണ്. അതടക്കാൻ പരമാവധി ആര് ശ്രമിക്കും? പിശാച് ശ്രമിക്കും. ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ മുത്ത് റസൂല് പറഞ്ഞതെന്താ? സലാസത്തുൻ മൻ കുന്ന ഫീഹി ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ വഅദ്ഖലഹുല്ലാഹുൽ ജന്നത ബിറഹ്മതിഹി. കേൾക്കണ്ട സഹോദരാ സഹോദരി, 3 ഗുണങ്ങൾ അതൊരാളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ, അവരുടെ ഹിസാബ് അള്ളാഹു അങ്ങ് എളുപ്പാക്കി കൊടുക്കും. നമ്മളെ ഹിസാബ് എളുപ്പമായി കിട്ടുന്നത് ശൈത്താൻ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടില്ല. എന്നാൽ ആ ഇങ്ങനെ ഹിസാബ് എളുപ്പമാകുന്ന 3 കാര്യങ്ങളുണ്ട്. ആ 3 ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ ഒന്ന് ഹിസാബ് അള്ളാഹു എളുപ്പാക്കി തരുന്ന റസൂലുള്ള പറഞ്ഞു. അപ്പൊ ആ കാര്യം ഉണ്ടാവാതിരിക്കാൻ എല്ലാ പണിയും ആരൊപ്പിക്കും? പിശാചൊപ്പിക്കും. അള്ളാഹ് കാക്കട്ടെ. അതാണ് സലാസത്തുൻ, 3 ഗുണങ്ങളുണ്ട്. മൻ കുന്ന ഫീ, ആ 3 ഗുണങ്ങൾ ഒരാളിലുണ്ടായാൽ ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ, അവരുടെ ഹിസാബ് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. വഅദ്ഖലഹുല്ലാഹുൽ ജന്നത ബിറഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടവർക്ക് സ്വർഗ്ഗവും നൽകും. നമ്മളെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാനാവുന്ന പണിയെടുത്ത ആളാണ് ഇബ്ലീസ്. അപ്പൊ പിന്നെ നമ്മളെ സ്വർഗത്തിലേക്ക് കണ്ട് പ്രവേശിപ്പിക്കുന്നു പറഞ്ഞാൽ അവൻ ആ മാർഗത്തിൽ നിന്ന് എങ്ങനെ നമ്മളെ തടയാതിരിക്കും? എന്നാ ഏതാണ് ആ 3 ഗുണം? 1 തൊഴുത്തി മൻ ഹറമക, നിനക്ക് തടഞ്ഞു വച്ചവർക്ക് നീ കൊടുക്കലാണ്. 2 വതസിലു മൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ബന്ധം ചേർക്കലാണ്. 4 വതഅഫു അമ്മൻ വലമക, നിന്നോട് ദുൽമ കാണിച്ചവർക്ക് നീ മാപ്പ് കൊടുക്കലാണ്. ഈ ഗുണമുണ്ടായാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം കിട്ടും. ഹിസാബ് അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, ഈ ഗുണങ്ങളൊക്കെ ഉള്ളവരിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അതിനൊക്കെയുള്ളൊരു മനസ്സ്, ഇതിനൊക്കെ നല്ല മനസ്സലിവും വിശാലതയുമുള്ളവർക്കേ കഴിയൂ. അതുകൊണ്ട് അത്രയും വലിയ പ്രതിഫലവും അള്ളാഹു നൽകുന്നത് അതാണ്. വഅൻ അസില മൻ ഖതഅനി, എന്നോട് ബന്ധം മുറിച്ചവരോട് ബന്ധം ചേർക്കാനും എന്നോട് കൽപ്പിച്ചു. വഅൻ ഉഅ്തിയ മൻ ഹറമനി, എനിക്ക് തടഞ്ഞു വെച്ചവർക്ക് കൊടുക്കാനും. അതത്ര എളുപ്പമുള്ള സംഗതിയൊന്നും അല്ല. നമ്മളൊരു സംഗതി, ഒരു സഹായം ചോദിച്ചിട്ട് തരാത്ത, ഉണ്ടായിട്ടും സഹായിക്കാത്ത ഒരു ടീമിനോട് ഒരു ടീം വന്നിട്ട് നമ്മളോടൊരു സഹായം ചോദിക്കുമ്പോൾ ചെയ്തു കൊടുക്കണമെങ്കിൽ അതിന് ചെറിയ ഈമാനൊന്നും പോരാ. അല്ലാഹു യഥാർത്ഥ മുത്തഖീങ്ങൾ നമ്മൾ പെടുത്തി തരട്ടെ. പിന്നെയോ വഅയ്യകൂന സംതി ഫിക്റാ വമന്തിഖി ദിക്റാ വനളിരി ഇബ്റാ. സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം. എൻ്റെ റബ്ബ് എന്നോട് 9 വസിയ്യത്ത് നൽകി. അതിൽ 7ാമത്തെ 6ാമത്തെ വസിയ്യത്ത്
എന്റെ സുംത്ത്, എന്റെ മൗനം അത് ചിന്തയാവണം. തലച്ചോറ് കൊണ്ട് ആലോചിക്കണം അല്ലാഹനെ കുറിച്ച്, ആകാശഭൂമികളെ കുറിച്ച്, പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളെ കുറിച്ച് ആലോചിച്ച് പടച്ച റബ്ബിലേക്ക് ചെന്നെത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓരോന്നും ആലോചിച്ചാൽ അവസാനം എവിടെത്തും? അല്ലാഹുവിലേക്കെത്തും. അല്ലാഹുവിലേക്കെത്തും. അല്ലാഹുവിലേക്ക് എത്തിക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം. ഏത് സംഗതി നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അവസാനം പടച്ചവനെ എത്തുന്നത് പടച്ച റബ്ബിലേക്കായിരിക്കും. ആ നിലയിലാണ് അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ഭൂമിയിൽ നമുക്കൊരു 5 സെന്റ് സ്ഥലമുണ്ട്, വീടും ഒരു 5 സെന്റ് സ്ഥലമാണ് ഉള്ളത്. ആ 5 സെന്റ് സ്ഥലത്ത് നല്ല കരിമ്പും ഉണ്ട്, കാഞ്ഞിരും ഉണ്ട്, നല്ല പുളിയും ഉണ്ട്. ഇതിനൊക്കെ ഒരേ വെള്ളവുമാണ് നമ്മൾ ചേർക്കുന്നത്. മണ്ണിന് പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല, പക്ഷേ അതിലുണ്ടാകുന്ന കായ്ക്കനികൾ അതിൻ്റെ രുചി ഒരുപോലെയാണോ? ആണോ? അല്ല. കരിമ്പിന് ഇത്രമേൽ മധുരം ഈ ഭൂമിയിൽ എവിടെന്ന് വന്നു? കാഞ്ഞിരത്തിന് ഇത്രമേൽ കയ്പ് ഈ ഭൂമിയിൽ നിന്ന് എവിടെന്ന് വന്നു? പുളിക്ക് എന്തൊരു പുളിയുണ്ട്, പക്ഷേ ഇത് എവിടെന്ന് വന്നു? ഈ മണ്ണ് നമ്മൾ രുചിച്ചു നോക്കിയാൽ വല്ലതും കാണാണ്ടോ? തഅമ്മൽ സുതൂറൽ കായിനാതി ഫഇന്നഹാ മിനൽ മാലയിൽ അലാ ഇലൈക റസായിലു വഖദ് ഖുത്ത ഫീഹാ ലൗ ഖറഅത സുതൂറഹാ അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു. അങ്ങനെ ഓരോന്നും ആലോചിച്ചാൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു സൃഷ്ടാവിലേക്ക് നമ്മളെ ചെന്നെത്തിക്കും. ആ നിലയിൽ നമ്മുടെ മൗനം ആലോചനയാകണം. അതിനും എന്നോട് അള്ളാഹുവിൻ്റെ വസിയത്തുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഹദീസാണെന്നറിയാം ചിന്തയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന ഹദീസുകൾ. അല്ല, അള്ളാന്റെ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ അഫലാ തഖിലൂൻ അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ആലോചിക്കണില്ലേ? നിങ്ങൾ ചിന്തിക്കണില്ലേ? നിങ്ങളുടെ തലച്ചോറ് മറ്റൊരാൾക്കും നിങ്ങൾ പണയപ്പെടുത്തരുത്. അല്ലാഹു തന്ന തലച്ചോറ് ആലോചനക്കുള്ളതാണ്, അതിനായി ഉപയോഗപ്പെടുത്തണേ എന്ന് എത്ര സ്ഥലത്താണ് ഖുർആൻ പറയുന്നത്? എത്ര സ്ഥലത്ത്? വിശുദ്ധ ഖുർആൻ ആ കാര്യത്തിലേക്ക് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് എത്ര സ്ഥലത്താണ്? ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്കുമുല്ലദീന ലാ യഖിലൂൻ. ചിന്തിക്കാത്തവരാണ്, ആലോചിക്കേണ്ട പ്രകാരം ആലോചിക്കാത്തവരാണ് ഈ ഭൂമിയിലെ ഏറ്റവും നികൃഷ്ട ജീവികൾ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നമ്മൾ ആലോചിക്കുക. 1 മണിക്കൂർ നിങ്ങൾ യഥാർത്ഥ നിലയിൽ ചിന്തിക്കുന്നത് വർഷങ്ങളുടെ മറ്റ് ഇബാദത്തിന്റെ സ്ഥാനത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് സുബ്ഹാനക മാ ഖലഖത ഹാദാ ബാതിലാ വഖിനാ അദാബന്നാർ. യഥാർത്ഥ വിശ്വാസികളെ പരിചയപ്പെടുത്തുന്നിടത്ത് അള്ളാഹു പറയാൻ, അവർ യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ സൃഷ്ടികളിൽ അവരിങ്ങനെ ചിന്തിക്കും, ആലോചിക്കും. അതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ, ഇതെന്താ ഇതിൻ്റെ കുട്ടൻസ് അങ്ങനെ, ഇതിൻ്റെ ഉത്ഭവം എങ്ങനെ. അങ്ങനെ അവസാനം അവരെന്തിലേക്കെത്തും? അള്ളാഹുവിലേക്കെത്തും. എല്ലാത്തിലും അതിൻ്റെതായ രഹസ്യങ്ങളുണ്ടല്ലോ. കൈറോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ഷെയ്ഖ് അലിയു തന്താവി റഹിമഹുല്ല, അദ്ദേഹം ഒരിക്കൽ ഈ ആയത്തോ ആലോചിച്ച് അങ്ങനെ നടക്കുകയാണ്. ഒന്നും അല്ലാഹു തആല നിരർത്ഥകമായി ഇവിടെ പടച്ചിട്ടില്ല. അങ്ങനെ പോകുന്നതിനിടയിൽ അദ്ദേഹം ഒരു കുതിരയെ കണ്ടു. കുതിരയെ കണ്ടിട്ടില്ലേ? കുതിരയുടെ കൈയും കാലും അതിൻ്റെ ചെവിയും അതിൻ്റെ ഓരോ അവയവങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ചു. അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ച് നടക്കുകയാണ്. കുറച്ചപ്പുറത്തെത്തിയപ്പോൾ ഒരു കഴുതയെ കണ്ടു. കഴുതയെ കണ്ടില്ല നിങ്ങൾ? കഴുതയാണോ കുതിരയാണോ വലിയ ജീവി, വലിയ മൃഗം? ഒന്ന് പറയും മനുഷ്യന്മാരെ, കുതിരയാണ്.
പക്ഷേ കുതിരയുടെ ചെവിയാണോ കഴുതയുടെ ചെവിയാണോ വലുത്? കഴുതയുടെ ചെവിയാണ്. വലിയ ജീവിയായ കുതിരക്ക് ചെറിയ ചെവിയും ചെറിയ ജീവിയായ കഴുതക്ക് വലിയ ചെവിയും. സാധാരണഗതിയിൽ ഒറ്റ ചിന്തയിൽ അത് ശരിയാണോ? വലിയ ജീവിക്കല്ലേ വലിയ ചെവി വേണ്ടത്, ചെറിയ ജീവിക്ക് ചെറിയ ചെവി പോരെ? അല്ലാഹു തആല എങ്ങനെ പടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും സിറുണ്ടാവുമല്ലോ. അതേക്കുറിച്ച് പഠനം നടത്തി, ആലോചന നടത്തി. അപ്പോൾ ബോധ്യപ്പെട്ടു, പടച്ചോനെ സുബ്ഹാനകമ്മ ഖലഖത ഹാദാ ബാത്തില, ഇത് അല്ലാഹു വെറുതെ പടച്ചതല്ല. കഴുതക്ക് വലിയ ചെവി തന്നെ വേണം. കാരണം കഴുതയുടെ തലച്ചോറ് ചെറുതാണ്, വളരെ ചെറിയ തലച്ചോറെ കഴുതക്കുള്ളൂ. ശബ്ദ തരംഗങ്ങൾ കേന്ദ്രീകരിക്കണമെങ്കിൽ എന്ത് വേണം? വലിയ ചെവി വേണം. കുതിരയുടെ തലച്ചോറ് വികാസമുള്ള വലിയ തലച്ചോറാണ്, പവറുള്ള തലച്ചോറാണ്. അതിന് ശബ്ദതരംഗങ്ങൾ കേന്ദ്രീകരിക്കാൻ അത്ര വലിയ ചെവിയുടെ ആവശ്യം ഇല്ല. സുബ്ഹാനക മാ ഖലഖത ഹാദാ ബാത്തില. പടച്ചോനെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ഇതൊന്നും നീ എന്ത് ചെയ്തതല്ല, വെറുതെ പഠിച്ചതല്ല. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض سبحانك ما خلقت هذا باطلا. ഒന്നും ഇവിടെ വെറുതെ പടച്ചതല്ല. അതാണ് തഅമ്മൽ സുതൂറൽ കായിനാതി ഫഇന്നഹാ മിനൽ മാലയിൽ അഅ്ലാ ഇലൈക റസായിലു ഖദ് ഖുത്ത ഫീഹാ ലൗ ഖറഅത സുതൂറഹാ അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു. ഇതെല്ലാം ചിന്തിച്ചാൽ നിനക്ക് ബോധ്യപ്പെടും, ഇവിടെ ഒന്നും അല്ലാഹു വെറുതെ പടച്ചിട്ടില്ല. എല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ശരീരം ശരിക്കും നമ്മളൊന്ന് പഠനം നടത്തിയാൽ അല്ലാഹു അതിൽ നിറച്ച മഹാ അത്ഭുതങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. ഏതായാലും എന്റെ മൗനം ചിന്തയാകണമെന്നും എന്റെ സംസാരങ്ങൾ ദിക്റാകണമെന്നും എന്റെ നോട്ടങ്ങൾ പാഠം ഉൾക്കൊള്ളുന്ന നോട്ടങ്ങളാകണമെന്നും അല്ലാഹു എന്നോട് നൽകിയ വസിയത്താണ്. അത് നിങ്ങളോടും വസിയത്തായി ഞാൻ പറയുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നല്ലത് ചിന്തിക്കാനും നല്ലത് കാണാനും നല്ലത് പറയാനും അങ്ങനെ റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് സ്വർഗം കണ്ട് സന്തോഷത്തോടെ മരണപ്പെടാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനെ ശ്രദ്ധിക്ക്, എൻ്റെ മൗനം ചിന്തയാവണം, എൻ്റെ സംസാരം ദിക്റാവണം. ദിക്ർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിന് കൂലി വാങ്ങുന്ന വർത്താനങ്ങളാവണം. ഒരു നന്മ കൽപ്പിക്കുക ദിക്റാണ്, തിന്മ വിരോധിക്കുക ദിക്റാണ്, ഒരാൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കൽ ദിക്റാണ്, ഒരാൾക്ക് നന്മ ഉപദേശിക്കൽ ദിക്റാണ്. നാവ് കൊണ്ട് നമ്മൾ ഈ സംസാരം നടത്തുന്നത് ദിക്റായി മാറണം. യുസാബു അലാ ഫിഅലിഹി, ആ ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടുന്ന ഒരു തരത്തിലാക്കി അത് മാറ്റണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ വരുമ്പോൾ പരലോകത്തേക്ക് കൊണ്ടുപോകാൻ ഒരുപാടുണ്ടാവും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അയ്യുഹല്ലദീന ആമനു ദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ധാരാളം ദിക്ർ ചൊല്ലണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു വിവക്ഷ നിങ്ങളുടെ സംസാരങ്ങളൊക്കെയും പരമാവധി ദിക്റാക്കി മാറ്റണം. അനാവശ്യ വർത്താനങ്ങൾ പറഞ്ഞ സമയം കളയരുത്. തിന്മകൾ എഴുതപ്പെടാൻ അവസരങ്ങൾ ഉണ്ടാക്കരുത്. ഈ നിലയിലൊക്കെ എല്ലാ അർത്ഥത്തിലും ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകാൻ കാരുണ്യക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ കൂട്ടായ്മയൊക്കെ ആഖിറത്തിലേക്ക് മുതൽ കൂട്ടാവുന്നൊരു കൂട്ടായ്മയാക്കി അല്ലാഹു മാറ്റട്ടെ. നസ്രത്തുൽ ഇസ്ലാം യതീംഖാന, നമ്മുടെ ഈ കൊടികുത്തി പറമ്പിലുള്ള ഈ ഒരു സ്ഥാപനം 10-20 വർഷം നല്ല നിലയിൽ അതിൻ്റെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ശ്രദ്ധ പതിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്.
ആ നിലയിൽ ഇനിയും ഉത്തരോത്തരം പുരോഗതിയിലേക്ക് ഇതെത്തേണ്ടതുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്ന യതീം മക്കൾക്കും അനുബന്ധ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കുമൊക്കെ സഹായത്തിൻ്റെ കൈകൾ നീട്ടുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഓൺലൈനായും ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ പരിപാടിയിലൊക്കെ സംബന്ധിച്ച് സ്ഥാപനത്തെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നവരാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാ മുസീബാത്തിൽ നിന്നും രക്ഷ കിട്ടാൻ അള്ളാഹു അത് കാരണമാക്കട്ടെ. സ്ഥാപനത്തെ സഹായിക്കുന്നവരുടെയൊക്കെ കുടുംബത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും ഐശ്വര്യവും സന്തോഷവും സലാമത്തും നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും പടച്ച റബ്ബ് പരിഹരിക്കട്ടെ. നമുക്കിനിവിടെ നാരിയത്തു സ്വലാത്ത് കൂടി ചൊല്ലി ദുആ ചെയ്യാനുണ്ട്. മുഅ്മിനീങ്ങളെ നമുക്കൊന്നിച്ച് ഒരു 5 തവണ സ്വലാത്തു നാരിയ ചൊല്ലാം. പിന്നെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, ലിസ്റ്റ് വായിച്ച് എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 5 സ്വലാത്തു നാരിയ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا تنحل به اللكد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. പ്രിയമുള്ളവരെ, ദുആ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് ഏതാനും ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഒരുപാട് മുറാദുകൾ പറഞ്ഞുകൊണ്ടാണ് അവർ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു സഹോദരി ഉമ്മയുടെ മേൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സംഖ്യ നൽകിയിട്ടുണ്ട്. മിർഷാദ് പള്ളിക്കൽ ബസാർ എന്ന് പറയുന്നൊരു സഹോദരൻ മരണപ്പെട്ട ഉപ്പയുടെ മേൽ പ്രത്യേകം ദുആ ചെയ്യാൻ നമ്മുടെ യതീം കുട്ടികൾക്ക് ഭക്ഷണവും ഒരു ചാക്ക് അരിയുമൊക്കെ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരു സഹോദരി മുറാദ് ഹാസിലാവാൻ വേണ്ടി ഒരു സംഖ്യ, മറ്റൊരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ 300 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. മറ്റൊരു സഹോദരി ആഖിബത്ത് നന്നാവാനും പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ 2800 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. മറ്റൊരു സഹോദരി പേരക്കുട്ടിയുടെ വാശി മാറാനും പരീക്ഷയിൽ വിജയിക്കാനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സൈനബ പള്ളിക്കൽ എന്ന് പറയുന്നൊരു സഹോദരി നമ്മുടെ യതീം കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് 5000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്.
അതേപോലെ ഷാജഹാൻ പള്ളിക്കൽ ബസാർ എന്ന് പറയുന്ന സഹോദരൻ ഉമ്മയുടെ മേലെ പ്രത്യേകം ദുആ ചെയ്യാൻ 50 കിലോ അരി സംഭാവന നൽകിയിട്ടുണ്ട്. അതേപോലെ മറ്റൊരു സഹോദരി മരണപ്പെട്ട ഭർത്താവിൻ്റെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ 500 രൂപ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ മഹനീയ സദസ്സിൽ പായസം വിതരണം ചെയ്തു. അത് ഇന്ന് ഏറ്റെടുത്ത് അവർ പ്രത്യേകം ദുആ ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ സ്വതക്കയെ സ്വീകരിക്കുമാറാവട്ടെ. മരിച്ച മാതാപിതാക്കളുടെ പേര് പ്രത്യേകം ദുആ ചെയ്യാനും മകൻ നല്ലവണ്ണം പഠിക്കാനും എല്ലാ ഹലാല ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കാനൊക്കെ വേണ്ടിയാണ് അവർ നേർച്ച നൽകിയിട്ടുള്ളത്. 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന വിജയിക്കാൻ വേണ്ടിയൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കുമാറാവട്ടെ. അതേപോലെ പ്രത്യേകമായി നമുക്കിന്ന് ദുആ ചെയ്യാനുള്ളത് നമ്മുടെ പള്ളിയുടെ അതിൻ്റെ ഒരു ഭാഗം വളരെ ശോചനീയാവസ്ഥയിലായപ്പോൾ അത് നന്നാക്കുന്നതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, നവീകരണ പ്രവർത്തനത്തിൽ വലിയ ഒരു തുക നൽകിക്കൊണ്ടൊരു സഹോദരൻ നമ്മെ സഹായിച്ചിട്ടുണ്ട്. പേര് പറയാൻ ആഗ്രഹിക്കാത്ത വലിയ ഒരു സംഖ്യ നൽകിയിട്ട് അത് പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാഹ് വളരെ സൗകര്യത്തോടു കൂടി നല്ല ഭംഗിയിൽ തന്നെ അത് നിർവഹിക്കാൻ നമുക്ക് സാധിച്ചു. അല്ലാഹു തആല സ്വതക്കയെ സ്വീകരിക്കുമാറാവട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ ആരൊക്കെയാണോ അതിന് മുൻകൈയെടുത്ത് അതിനു വേണ്ടി ഓടി നടന്ന് ആ കാര്യങ്ങളൊക്കെ നേരെയാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട നമ്മുടെ ഭാരവാഹികളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യും. പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് ഒരുപാട് ഞാൻ കഴിഞ്ഞ 1-2 സദസ്സിന് മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിലേക്ക് ഇതേപോലെ ചീരണി, അതേപോലെ പലഹാരങ്ങൾ, പായസങ്ങളൊക്കെ ഏറ്റെടുത്ത കുറച്ച് ആളുകൾ കൂടിയുണ്ട്. അത് ആ സമയമാകുമ്പോഴേക്ക് അവർ വിളിച്ചുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞതും അതിൻ്റെ മുമ്പത്തതും ഇതൊക്കെയും അത് ഏറ്റെടുത്തവർ നേരത്തെ തന്നെ വിളിച്ച് ഞങ്ങൾ കൊടുക്കാം, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് അവരത് ആ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനിയും ആരൊക്കെയാണ് അത് ഏറ്റെടുത്തത് എന്നുള്ളതിൻ്റെ ഞാൻ എഴുതി വെച്ചതിൻ്റെ ലിസ്റ്റ് അത് നഷ്ടപ്പെട്ടു. അപ്പോൾ ആരൊക്കെയാണെന്നുള്ളത് ഒരു ഐഡിയ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റെടുത്ത ആളുകൾക്കറിയാം ആരൊക്കെയാണ് എന്നുള്ളത്. ചില ആളുകളുടെ പേരും വ്യക്തികളൊക്കെ എനിക്കറിയാം. എന്നിരുന്നാലും അവർ ഓരോ സദസ്സ് വരുമ്പോഴും നമ്മുടെ നാരിയത്ത് സ്വലാത്തിൻ്റെയും മജ്‌ലിസിനൂറിൻ്റെയും സദസ്സിലേക്കാണ് നമ്മൾ നേർച്ചയാക്കിയിട്ടുള്ളത്. അല്ലാഹു തആല അവരുടെയൊക്കെ ആ നേർച്ചയാക്കിയവരുടെയൊക്കെ നേർച്ചകൾ സ്വീകരിക്കുമാറാവട്ടെ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ നേർച്ചയാക്കിയത് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്കാണ് അത് ഏറ്റെടുത്ത് അതിങ്ങനെ നടപ്പിലാക്കി കൊണ്ടുപോകുന്നത്. ഏകദേശം ഇപ്പോൾ 6 മാസമായി. ഇനി അടുത്ത സ്വലാത്തിൻ്റേത് ആരാണ് എന്നുള്ളത് എന്നെ വിളിച്ചുകൊണ്ട് അത് നേരത്തെ തന്നെ അത് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം, വിട്ടുപോകരുത്. ഇൻഷാ അല്ലാഹ് എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ അതിന് അറിയുന്ന ആളുകളൊക്കെ ഉണ്ട്, അവരിന്ന് വാങ്ങിയിട്ട് എന്നോട് വിളിച്ച് ആ കാര്യം പറയണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ സദസ്സിന് വേണ്ടി ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ച് നേരത്തെ ലിസ്റ്റ് വായിച്ചത്, അതേപോലെ ഓൺലൈനായിട്ട് കേൾക്കുന്ന ആളുകൾ വാട്സപ്പിലൂടെ അറിയിച്ചവർ, നേരിട്ട് ഓഫീസിൽ വന്ന് ഒരുപാട് ദുഃഖങ്ങളൊക്കെ പറഞ്ഞു, പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ വേണ്ടിയും ഒക്കെ നമ്മൾ ദുആ ചെയ്യാൻ പോകണം. പ്രത്യേകിച്ച് നമ്മുടെ യതീം കുട്ടികളെ സഹായിക്കുന്നവർ, മാസത്തിൽ വലിയ സംഖ്യ നൽകിക്കൊണ്ട് അവരെ സഹായിക്കുന്നവർ, നമ്മുടെ യതീംഖാനയ്ക്ക് വേണ്ടി സ്ഥലവും ബിൽഡിങ്ങും ഒക്കെയും വഖഫ് ചെയ്തവർ, അങ്ങനെ പല ആളുകളുമുണ്ട്. പല വിധത്തിലുള്ള സഹായങ്ങൾ നൽകി ഇപ്പോഴും നമ്മൾ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്നവർ, പ്രവാസികളായ ആളുകൾ, സ്വദേശത്തും വിദേശത്തുമായിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെയും നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ വേണ്ടി ഉസ്താദ് അവർ ദുആ ചെയ്യാണ്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മുടെ പരിശുദ്ധമായ മങ്കൂസ് മൗലീദിലെ ആദ്യത്തെ ബൈത്ത് കൂടെ ഒന്ന് ചൊല്ലി ഇൻഷാ അല്ലാഹ് ഇവിടെ പറയപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ഇജാബത്തോടുകൂടെ പിരിയാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. الصلاة على النبي
والسلام على الرسول الشفيع الأبطحي والحبيب العربي منم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي تكبت على الخطا غير حسر وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي نرجو إلى كسي حولك للعطاش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إن الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي അല്ലാഹുവേ ഹബീബിനെ മദ്ഹ് ചെയ്തത് കബൂലാക്കണേ അല്ലാ ഹബീബിനോടുള്ള ഇഷ്ക് കൊണ്ട് കൽബ് നിറച്ചു തരണേ അല്ലാ ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ ഹബീബിൻ്റെ റൗളയുടെ ചാരത്ത് ഞങ്ങളെ എത്തിക്കണേ അല്ലാ ഹബീബിനോട് ഹബീബ് മടക്കും വിധം സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഒന്ന് സലാം പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മുടെ മജ്ലിസ് ഇങ്ങനെ പകലാക്കണം എന്നുള്ളൊരാഗ്രഹം പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത മജ്ലിസും കൂടെ ഇൻഷാ അല്ലാഹ് രാത്രിയായിരിക്കും 5-ാം തീയതി 7-ാം തീയതി ഇൻഷാ അല്ലാഹ് ഉംറക്ക് പോകും ഓഗസ്റ്റ് 7-ന് അതിൻ്റെ മുമ്പായി 5-ാം തീയതി ആയിരിക്കും ഇൻഷാ അല്ലാഹ് രാത്രി നമ്മുടെ മജ്ലിസ് റഹ്മാനായ റബ്ബ് ഇങ്ങനെ ഒരുമിച്ച് കൂടാനും സ്വലാത്തുന്നാരിയെയും മജ്ലിസിനൂറൊക്കെ ചൊല്ലി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് റബ്ബിലേക്ക് അടുത്ത് മിനായി ജീവിക്കാൻ പര്യാപ്തമായ കാര്യങ്ങളിലായി ലയിച്ചു ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനെ ഒരു 11 സ്വലാത്തും കൂടെ
ബറക്കത്തോടെ ഹബീബിൻ്റെ പേരിൽ ചൊല്ലി ഹദിയ ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. آمين. الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇലാഹായ റബ്ബേ, ഈ മജ്ലിസ് കബൂലാക്കണേ അല്ലാ. ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ബറക്കത്ത് ചൊരിയണേ അല്ലാ. എല്ലാവരുടെയും ഹലാലായ മുറാദുകളൊക്കെയും ഹാസിലാക്കണേ അല്ലാ. വന്നുപോയ ദോഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ അല്ലാ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, അജിലായ കാമിലായ ശിഫ നൽകണേ അല്ലാ. വല്ലാതെ പനികൾ വ്യാപിച്ചു വരുന്നൊരു സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ശിഫ നൽകണേ റബ്ബേ. പേരക്കുട്ടിക്ക് പനിയാണ്, വയറിന് പ്രശ്നമാണ്, അനുബന്ധ വിഷയങ്ങളുണ്ട്. സലാമത്താവാൻ ദുആ ചെയ്യണേന്ന് പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ, തലവേദനയും ഛർദിയും അനുബന്ധ പ്രയാസങ്ങളും നേരിടുന്നവരുണ്ട്. റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ പലരും പല ജാതി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാ. ഷാഫിയായ റബ്ബേ, കാഫിയായ റബ്ബേ, മുആഫിയായ റബ്ബേ, നിന്നോടല്ലാതെ ആരോട് പറയാനാണ് റബ്ബേ. എല്ലാ വിഷമങ്ങളും നീക്കണേ അല്ലാ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ കൽബിൽ ഈമാനും ഹിക്മത്തും മഅരിഫത്തും നിറക്കണമേ റബ്ബേ. ആ നൂറാനിയത്തിൻ്റെ സന്തോഷവും പ്രഭയും ഇസ്സത്തും ഞങ്ങൾക്ക് നീ അനുഗ്രഹിച്ചു നൽകണമേ റബ്ബേ. ഖളാ ആവാതെ നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനെ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ദീനുള്ള മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും മഈശത്തിൻ്റെ വഴികൾ അനുകൂലമാകുന്ന വിധത്തിലുള്ള ജോലിയും ഏർപ്പാടും അവർക്ക് നൽകണേ പടച്ചോനെ. വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ വലിയ പുരോഗതി നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് ഏറ്റവും ഹൈറായ റാഹത്തുള്ള ഇണകളെ തുണകളെ നൽകണേ അല്ലാ. വിവാഹം കഴിഞ്ഞവർക്കൊക്കെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നീ വിധിക്കണമേ പടച്ചോനെ.
അല്ലാഹുവേ, തുടങ്ങാനിരിക്കുന്ന ഏർപ്പാടിൽ വലിയ ബറക്കത്ത് കിട്ടാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. എല്ലാ ബറക്കത്തും നീ നൽകണേ അല്ലാ. വിദേശത്തൊക്കെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരുമുണ്ട്, റാഹത്ത് നൽകണേ അല്ലാ. ഈ സ്ഥാപനത്തിൻ്റെ സഹായികളെ നീ സഹായിക്കണേ റബ്ബേ. മക്കളുടെ കാര്യത്തിൽ മറ്റ് വിഷയങ്ങളിലൊക്കെ സഹകരിക്കുന്നവരുണ്ട്. മജ്‌ലിസിൻ്റെ കാര്യത്തിൽ ചീരിന് കൊടുത്തും മറ്റും സഹകരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും സന്തോഷത്തിലാക്കണേ അല്ലാ. ഇലാഹായ റബ്ബേ, ഇജാബത്ത് നൽകണേ അല്ലാ. ഈ കൂട്ടത്തിലാർക്കെങ്കിലും നിന്റെ സാബികായ ഖളായിൽ നീ നരകമാണ് വിധിച്ചതെങ്കിൽ അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട്, ജൂദ് കൊണ്ട് ഞങ്ങൾക്ക് നീ ആ തീരുമാനം മാറ്റി ഫിർദൗസ് നൽകണേ അല്ലാ. നരകത്തിൻ്റെ നേരെ മുകളിലാണല്ലോ സിറാത്ത് പാലം. അല്ലാഹുവേ, ഒരു കാലിടർച്ചയുമില്ലാതെ സ്വർഗം നൽകണേ അല്ലാ. അതിനുള്ള കാരണമായി ഈ ആമീൻ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഈ സ്ഥാപനത്തിനൊക്കെ നേതൃത്വം നൽകുന്ന കമ്മിറ്റി ഭാരവാഹികളും മാനി ഉസ്താദടക്കം എല്ലാ ഉസ്താദുമാർക്കും നീ ഖൈറ് നൽകണേ റബ്ബേ. ബറക്കത്തും വിജയവും സലാമത്തും നൽകണേ അല്ലാ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على മുഅ്മിനീങ്ങളെ നിങ്ങളുടെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന അപേക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.